വിഷുവിന് ചെയ്ത വർക്കൊക്കെ നമുക്ക് ഇപ്പോഴാണ് കേട്ടോ പുറത്തു വിടാൻ പറ്റുന്നത്. കാരണം ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഷോപ്പ് അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് കുറച്ചിട്ട് നമുക്ക് തന്നെ എങ്ങനെ ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഷോപ്പ് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാവും. ഇത് ഞാൻ ഒരു ചെറിയ കുട്ടിപ്പനകളുണ്ട്, വലിയ പനയല്ലാതെ കുട്ടിപ്പന ഉണ്ട്. വലിയ പനേൻ്റെ ആയാലും മതി, അതിനകത്ത് വെയിറ്റ് ഇല വെട്ടിയിട്ട് വെയിറ്റ് വെച്ച് ഉണക്കുക, ഇതുപോലെ പരത്തി ഉണക്കണം. എന്നിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് ഒരു പഴയ കത്രിയൊക്കെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് പെയിൻ്റ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ആർച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഒരുപാട് വർക്കുകൾ നമുക്ക് ഈ ഒരു ഇല കൊണ്ട് തന്നെ ചെയ്യാം. അതിലിപ്പോൾ ഒരു വർക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൽ ഈ സ്പ്രേ ചെയ്യുന്ന മെഷീന് ചെറിയ റേറ്റ് ഉള്ളൂ, അതായത് 1000 സംതിങ് 2000 ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു മെഷീനും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് വണ്ടിക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, വീടിന് വേണമെങ്കിൽ എന്ത് പെയിൻ്റ് അടിക്കാൻ വേണമെങ്കിൽ പറ്റും. ഇതിൽ ഏത് ടൈപ്പ് പെയിൻറ്റും നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഫിനിഷിംഗ് ആണ്. ഈ സ്പ്രേ മെഷീൻ്റെ പരസ്യം പറയുകയല്ല, നല്ല നമുക്ക് എവിടെ വേണമെങ്കിലും ചെറുതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പറ്റിയൊരു മെഷീനാണ്. എന്നിട്ട് നമ്മളിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആർച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ പനയോല പെയിൻ്റ് അടിച്ചതിന് ശേഷം ഇത് നമ്മളൊരു വിഷു തീം ആയതുകൊണ്ടാണ് ഈ ഒരു കളർ അടിച്ചത്. ഇതിനകത്ത് നല്ല പേസ്റ്റൽ ഷെയ്ഡിലുള്ള സ്കൈ ബ്ലൂ ഷെയ്ഡ് അല്ലെങ്കിൽ പീച്ച് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെയുള്ള ഷെയ്ഡൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് VM സെക്ഷനിലുള്ള ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ പെർഫ്യൂം സെക്ഷനിലുള്ള ഒരാളാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, ടോണിക്കുട്ടനാണ് നമുക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ വർക്ക് നമ്മൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസേഷനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. 3000 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. ഇതുവരെ ഞാനിട്ട വീഡിയോസ് ഒന്നും അത്രയും നല്ല വീഡിയോ വെറുതെ ചുമ്മാ വാരി വലിച്ചിട്ടേക്കുന്ന വീഡിയോസാണ്. എന്നാലും നിങ്ങൾ എന്നെ ഈ വീഡിയോസ് കംപ്ലീറ്റ് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ്. അപ്പോൾ എടുത്തു വെച്ച കുറേ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. ആ വീഡിയോസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അനൗൺസ് ചെയ്ത ആ പ്രോഗ്രാം, അതായത് ഒരു പ്രോഗ്രാം ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ പ്രോഗ്രാം ഉടനെ തന്നെ ഷൂട്ട് തുടങ്ങിയിട്ട് 1 വർഷത്തെ ഒരു പ്രോഗ്രാമാണ്, വലിയൊരു പ്രോഗ്രാമാണ്. എനിക്ക് തോന്നുന്നു ഇന്നേ വരെ കണ്ടതിൽ വെച്ചേറ്റവും നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ളൊരു പ്രോഗ്രാമൊന്നുമല്ല. അതായത് ഒരു വ്യത്യസ്തമായ പ്രോഗ്രാമാണ്, പക്ഷേ ഒരു വലിയ പ്രോഗ്രാമായി മാറാൻ അത് ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ അടുത്ത് ബഡ്ജറ്റ് വളരെ കുറവായതുകൊണ്ട് നമ്മളത് ഇതുവരെ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴും ബഡ്ജറ്റ് നമുക്കൊന്നും ആയിട്ടില്ല. ആർക്കെങ്കിലും സ്പോൺസർഷിപ്പിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ Q7 മോഡലിംഗ് കമ്പനിയിൽ എൻ്റെ നമ്പറുണ്ട്, അതിനകത്തെടുത്ത് വിളിക്കുകയോ മെസ്സേജ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും മെസ്സേജ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ബ്രാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ആഡ് നമ്മൾ പ്രൊമോട്ട് ചെയ്യായിരിക്കും, നിങ്ങളുടെ ബ്രാൻഡ് നമ്മൾ പ്രൊമോട്ട് ചെയ്യായിരിക്കും. നിങ്ങൾ ടെക്സ്റ്റൈൽസോ അല്ലെങ്കിൽ ജ്വല്ലറിയോ എന്ത് ഷോപ്പാണെങ്കിലും ചെറിയ എമൗണ്ട് പോലും നമ്മൾ കൊളാബ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആഡ് ചെയ്തു തരുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളെ ബ്രാൻഡ് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ മുന്നിൽ പറയുന്നതായിരിക്കും. എന്തായാലും യൂട്യൂബ് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. യൂട്യൂബിൻ്റെ സപ്പോർട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ആ പ്രോഗ്രാം അത്രയും നല്ലൊരു പ്രോഗ്രാമാണ്. പക്ഷേ നമുക്കിതിന് കോപ്പിറൈറ്റ് എന്നുള്ളൊരു ഇപ്പോൾ റിയാലിറ്റി ഷോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും പാട്ടുകൾ ഉൾപ്പെടുത്തേണ്ടി വരുമല്ലോ. അപ്പോൾ പാട്ടുകൾ നമ്മൾ ഈ യൂട്യൂബിൽ തന്നെ ഒരു റിയാലിറ്റി ഷോ ടെലികാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം വലിയ ടാസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ ഈ കോപ്പിറൈറ്റ് നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. നമുക്കൊരു തരത്തിലും പാട്ടുകൾ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കും, ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കും. അതായത് നമുക്കൊരു പ്രോഗ്രാമിൽ ഒരു പാട്ട് എന്തായാലും പെടുത്തേണ്ടി വരും. അപ്പോൾ അത് യൂട്യൂബുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ അതിനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോപ്പിറൈറ്റ് അടിക്കാതെ നമ്മൾ എന്ത് ചെയ്യാം എന്നാൽ നമുക്ക് പാട്ട് ടെലികാസ്റ്റ് വേണം, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനുള്ള വഴികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത്രയും വലിയൊരു ടീമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, അത്രയും ബഡ്ജറ്റല്ലല്ലോ നമുക്കില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മളതിനെ തരണം ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതുപോലെ മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഫുൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് പ്രോഗ്രാം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ ഷോപ്പും
ഡെക്കറേറ്റ് ചെയ്തിട്ട് ഈ കാണിച്ച പോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയച്ചു തരുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കും, എനിക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ അത് വേണ്ട, നിങ്ങൾ ഇത്രയും വീഡിയോ കണ്ടില്ലേ, ഈ വീഡിയോ ഇത്രയും കാണുമ്പോൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പേരിൽ ഒക്കെ നമ്മൾ ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആ പേരും ഒക്കെ ചേഞ്ച് വരുത്തിയിട്ട് നല്ല രൂപത്തിൽ അടിപൊളിയാക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ പ്രോഗ്രാമിൻ്റെ എന്താ പറയുക, ടെസ്റ്റ് ഷൂട്ട് നമ്മൾ ഈ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഒന്നും അല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്, അത്രയും ഹെവി ആക്കിയിട്ടാണ്. പിന്നെ നമ്മുടെ കൂടെ ഒരുപാട് പേര് നമ്മളെ ഫ്രെയിമിൽ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാം, ആസ്വദിക്കാം. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ മത്സരിക്കാൻ, ഞങ്ങളുടെ കൂടെ അല്ല, നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ മത്സരിക്കാനുള്ള എല്ലാവർക്കും, അതായത് ഇന്ത്യയിലെ എല്ലാവർക്കും, ഇന്ത്യൻ ജനതയ്ക്ക് മൊത്തം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ആ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിച്ചു കൊണ്ടാണ് ഞാൻ ആ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഭാഗമാവും. കാരണം ആ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈൻ മുഖേന നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റും. അത്തരത്തിലാണ് ഞാൻ ആ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്. സോ എല്ലാവരും നമ്മുടെ Q7 മോഡലിംഗ് കമ്പനിയെ വാച്ച് ചെയ്യുക. നിങ്ങൾ ആ പ്രോഗ്രാം ഉടനെ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇത്രയും എൻ്റെ കത്തി സഹിച്ചതിന് നന്ദി. ക്യാമറമാൻ അർച്ചനയ്ക്കൊപ്പം ലിജിഡ ബെഞ്ചമിൻ. മീറ്റിങ്ങിന് കയറിയപ്പോൾ സൈലൻ്റ് ആക്കിയതാണ്. വേറെ പണിയൊന്നുമില്ലല്ലോ, വെറുതെ ഉണ്ടാവും. അപ്പോൾ പോകാം. ഇരുന്നോട്ടെ, കുഴപ്പമുണ്ടോ? ഇരിക്കുവല്ലേ? അപ്പുറത്തെ സൈഡ് എടുത്തായിരുന്നു. ഓ
സ്ക്രീനിൽ നിന്ന് മാറേണ്ടതാണ്. ഫുൾ ലീഫ്. എന്തൊരു ചൂടാണോ ചേട്ടാ മതിയില്ലേ? എനക്ക് ബോറടിക്കുന്നു. ആ ചെറുതായിട്ട് ഗുളിക കൊടുക്കുന്നുണ്ട്. 1 മണിക്കൂറൊന്നും നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ, കാര്യം പറഞ്ഞേക്കാം. ഗുളിക ഉണ്ടോ? ഇരിക്കാനാണ് നോക്കട്ടെ. ചേട്ടാ ഒരു കാര്യം പറയട്ടെ, കൊള്ളൂല്ലോ. ആ നല്ല ഫ്ലവർ ഫ്രണ്ടിൽ കൊടുത്തിട്ട് മറ്റേത് ബാക്കിൽ കൊടുത്ത പോരായിരുന്നോ? സീരിയസ്ലി കൊള്ളൂല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്, ഈ ഫ്രണ്ടിൽ അത്ര എല്ലാ ഫ്ലവറും വേണ്ട ആവശ്യമില്ലല്ലോ. ഇറങ്ങി വന്ന് നോക്ക്. അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നല്ലെന്ന് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? അല്ല സീരിയസ്ലി കൊള്ളൂല. ഈ
അല്ലെങ്കിൽ പിന്നെ ഓരോന്ന് മിക്സ് ചെയ്ത് ചെയ്യണമായിരുന്നു. ഇത് എന്നതാ ഇത്? വന്ന് നോക്ക് ചേട്ടൻ. സീരിയസ്ലി ബോറായി. ഇല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഈ ഫ്രണ്ട് ഏരിയ മാത്രം. ഇപ്പൊ നിങ്ങളെ വേണ്ടേ? ഒന്നെങ്കിൽ ഈ ഫ്രണ്ട് ഏരിയ പുതിയത് കൊടുക്ക്. ഞാനല്ലേ കട്ടി കളക്കിയത്. ഇപ്പൊ ലാസ്റ്റ് വെച്ച ആളാണ് ആ ഭാഗത്തിന്റെ. ഫ്ലവർ തന്നെ
അങ്ങനെ വെക്കണ്ട. വൺ സൈഡ് മതി കേട്ടാ. കുറച്ചുകൂടി ഇങ്ങോട്ട് ഇട്. ബാക്കിലോട്ട് പോട്ടെ. അതല്ല, ഇത് ഒരുമാതിരി ഉണ്ട് സീരിയസ്ലി. അതോ ചേട്ടാ, അതും ഓക്കെ. അതിന് മുകളിൽ ചെയ്താൽ മതി. കുറച്ച് വിട്ട് പിള്ളേരൊരാഗ്രഹം പറഞ്ഞല്ലേ. എനിക്ക് എന്തെങ്കിലും പണിയുണ്ട്. അടിപൊളിയായിരിക്കും. കായൊക്കെ പുഷ്പിച്ചടി. സത്യം പറ, കുപ്പിയോടെ കൂടെ ചൊഴിച്ചു വരുന്നതാണോ? പോയി തുണി എടുത്തോ.
കൈ പിടിച്ചാൽ